ഈ ആഴ്ചയിൽ സ്വർണത്തിനും വെള്ളിക്കും വിൽപ്പന സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ, ക്രൂഡ് ഓയിൽ നിരക്കുകൾ, ഫെഡറൽ റിസർവിന്റെ നയതീരുമാനം എന്നിവ വ്യാപാരികൾ പിന്തുടർന്നുകൊണ്ടാണ് ഈ മാറ്റം. യുദ്ധവുമായി ബന്ധപ്പെട്ട പണപ്പെരുപ്പ ആശങ്കകൾ നിലനിൽക്കുന്നതുകൊണ്ട് സ്വർണ്ണവിലയിൽ ഇടയ്ക്ക് വർധനവുണ്ടായെങ്കിൽ പോലും ആഴ്ചയിലാകെ നഷ്ടമായിരുന്നു രേഖപ്പെടുത്തിയിരുന്നത്. സ്പോട്ട് ഗോൾഡ് ഔൺസിന് 0.38% ഉയർന്ന് $4710.03 US ഗോൾഡ് ഫ്യൂച്ചർ 0.2% ഉയർന്ന് $4714.40 എന്നിരുന്നാലും ഈ ആഴ്ച ഇതുവരെയും സ്വർണ്ണനിരക്ക് 2%-ലധികമായിരുന്നു കുറഞ്ഞത്. എന്നാൽ യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ, ക്രൂഡ് ഓയിൽ നിരക്കുകൾ, ഫെഡറൽ റിസർവിന്റെ നയതീരുമാനം എന്നിവ വ്യാപാരികൾ പിന്തുടരുന്നതുകൊണ്ട് ഈ അവധിക്കാല ആഴ്ചയിൽ സ്വർണത്തിനും വെള്ളിക്കും വിൽപ്പന സമ്മർദ്ദം നേരിടേണ്ടി വരുമെന്ന് തന്നെയാണ് വിശകലന വിദഗ്ധർ പറയുന്നത്. മഹാരാഷ്ട്ര ദിനമായതുകൊണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച ആഭ്യന്തര ചരക്ക് വിപണികൾ അടച്ചിടും. യുഎസും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകളിലെ പുരോഗതിയിലും എണ്ണ, സ്വർണം, വിശാലമായ സാമ്പത്തിക വിപണികളിൽ അവ ചെലുത്താൻ സാധ്യതയുള്ള സ്വാധീനത്തിലും വരും ആഴ്ച ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത്. ആഗോള സെൻട്രൽ ബാങ്കുകൾക്കിടയിലെ വാങ്ങൽ, വിൽപ്പന പ്രവർത്തനങ്ങൾ സമ്മിശ്രമായി തുടരുകയാണെങ്കിലും ഭാവിയിൽ പലിശ നിരക്ക് കുറയുന്നതിനെക്കുറിച്ച്, ഉയർന്ന ചരക്ക് മൂലമുണ്ടാകുന്ന പണപ്പെരുപ്പത്തെക്കുറിച്ച് ഉള്ള അനിശ്ചിതത്വം ബുള്ളിയൻ വിലകളെ അസ്ഥിരമാക്കിയേക്കുമെന്നും വിദഗ്ധർ സൂചിപ്പിക്കുന്നുണ്ട്. മുന്നോട്ടു പോകുമ്പോൾ താഴ്ന്ന നിലവാരത്തിനടുത്ത് സ്വർണത്തിന് പിന്തുണ ലഭിക്കുമെന്ന് വിശകലന വിദഗ്ധർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഡോളർ ഉറച്ചു നിൽക്കുകയും ഭൗമരാഷ്ട്രീയ അപകട സാധ്യതകൾ കുറയുകയും ചെയ്താൽ കൂടുതൽ തിരുത്തലിനും വിധേയമായേക്കും. വിലയേറിയ ലോഹങ്ങളും വ്യാവസായികമായ ഇരട്ടപ്പങ്ക് കാരണം വെള്ളി കൂടുതൽ അസ്ഥിരമായി തന്നെ തുടരാം. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചു വരുന്ന ഏതൊരു പിരിമുറുക്കവും, പ്രത്യേകിച്ച് ഹോർമുസ് കടലിടുക്കിന് ചുറ്റുമുള്ള സംഭവവികാസങ്ങൾ അല്ലെങ്കിൽ പ്രധാന കേന്ദ്ര ബാങ്കുകളിൽ നിന്നുള്ള മോശം സൂചനകൾ വാങ്ങൽ താൽപ്പര്യം പുനരുജ്ജീവിപ്പിച്ചേക്കാം എന്ന് തന്നെയാണ് വിശകലന വിദഗ്ധരും കൂട്ടിച്ചേർക്കുന്നത്. എന്തായാലും ജ്വല്ലറികളിൽ എത്തുന്നവർ സ്വർണം വിൽക്കാനായി മാത്രമാണ് എത്തുന്നതെന്നാണ് ജ്വല്ലറി വ്യാപാരികളും പറയുന്നത്. സ്വർണം വാങ്ങാൻ ആളുകൾ എത്തുന്നില്ല. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.